ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ ചൂണ്ടി ജംഗ്ഷനിൽ നിന്നും 600 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന 25ഓളം വില്ലകൾ വരുന്ന ഒരു ലക്ഷറി വില്ല പ്രോജക്റ്റിലാണ് ഇന്ന് നമ്മളുള്ളത്. ജിംനേഷ്യം, ക്ലബ് ഹൗസ്, സ്വിമ്മിംഗ് പൂൾ കൂടാതെ 24 അവർ സെക്യൂരിറ്റി എന്നിങ്ങനെ എല്ലാവിധ മോഡേൺ അമ്യൂണിറ്റീസോടും കൂടിയാണ് ഈ വില്ല പ്രൊജക്ട് പൂർത്തീകരിക്കുന്നത്. 3.5 സെന്റിൽ തുടങ്ങി 8 സെന്റിൽ വരെ നിർമ്മിച്ചിരിക്കുന്ന പല ടൈപ്പ് വില്ലകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ വില്ല പ്രൊജക്റ്റിൽ ആദ്യമായി എല്ലാ വർക്കുകളും മുഴുവനായി കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു വില്ലയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. 4,600 സെന്റിൽ 2,170 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന വില്ല നിർമ്മിച്ചിരിക്കുന്നത്. 2018 ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ തന്നെയാണ് ഈ വില്ല പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. 100% സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വലിയ വില്ല പ്രൊജക്ടിന് ശേഷമായിട്ടാണ് ബിൽഡർ ഈ വില്ല പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2 വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുന്ന രീതിയിൽ വലിയ വഴി തന്നെയാണ് വില്ല പ്രൊജക്റ്റിൽ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മുൻവശത്ത് ഗേറ്റുകളോ ചുറ്റുമതിലോ നൽകാതെ ഒരു ഓപ്പൺ വില്ല കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2-3 കാറുകൾ വരെ ഒരേ സമയം നമുക്ക് ഈ വീട്ടുമുറ്റത്ത് സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. GI ട്യൂബിൽ വുഡൻ പാനലിനൊക്കെ കൊടുത്ത് നല്ല മനോഹരമായ ഒരു കവേർഡ് പാർക്കിംഗ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ കൊടുത്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ വരുന്നത്. തേക്കിൻ തടിയിലാണ് മെയിൻ ഡോറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വിശാലമായ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ഫുള്ളി ഫർണിഷ്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ ഈ വില്ല സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലിവിംഗ് ഏരിയയിലായി 7 സീറ്റർ സോഫ സെറ്റിയാണ് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് തിരിഞ്ഞാൽ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് കടന്നു ചെല്ലാം. ഗ്ലാസ് ടോപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളും ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെയാണ് വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നതും. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ബിൽഡർ ഇവിടെ നൽകിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ബാർ സ്റ്റൂളൊക്കെ സെറ്റ് ചെയ്ത് ഒരു പ്രത്യേക ആംബിയൻസിൽ തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് കിച്ചൺ കബോർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതും. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ഒത്തിരി കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള പ്രത്യേക ഡെഡിക്കേറ്റഡ് സ്പോട്ടൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വീടിന്റെ സെക്കൻഡ് കിച്ചനാണ്. സെക്കൻഡ് കിച്ചനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു സെർവന്റ് ടോയ്ലറ്റും ബിൽഡർ നൽകിയിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നല്ല മനോഹരമായി തന്നെ ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കട്ടിലും ബെഡും കൂടാതെ ഇന്റീരിയർ വർക്കുകളും എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 പാളികളിൽ കൊടുത്തിരിക്കുന്ന വലിയൊരു വാർഡ്രോബും റൈറ്റ് സൈഡിലായി നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ 1ാമത്തെ നിലയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ടഫൻ ഗ്ലാസിൽ നിർമ്മിച്ചിരിക്കുന്ന ഹാൻഡ് റെയിലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്റ്റെയർവേക്ക് മുകളിലായി നല്ലൊരു ഷാൻലിയറും ഇവിടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഇവിടെ ബിൽഡർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയയും നൽകിയിരിക്കുന്നത്. അല്പം നീളമേറിയ യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുഴുവനായി സൈഡ് ഭാഗവും എല്ലാം മറച്ച് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കളർ തീമാണ് ഇവിടെ ബെഡ്റൂമിനായി ബിൽഡർ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറുകൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഒരു ഭാഗത്തായി നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. മറ്റു ബെഡ്റൂമുകൾ പോലെ തന്നെ മനോഹരമായി തന്നെ ഫർണിഷ് ചെയ്ത 3ാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഒരു ഭാഗത്തായി നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടിയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. അവസാനമായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ മെയിൻ ബാൽക്കണിയിലേക്കാണ്. 13 അടിയോളം നീളം വരുന്ന ഒരു വലിയ മെയിൻ ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിലുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് സീലിംഗും നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. വീടിന്റെ എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4,600 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2,170 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഫർണിഷ്ഡ് ആക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. 3.5 സെന്റ് മുതൽ 8 സെന്റിൽ വരെ വരുന്ന ഈ പ്രീമിയം വില്ല കമ്മ്യൂണിറ്റി നേരിൽ കാണാനായോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.